നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് അടിമ്പ ടെമ്പിളിൽ വന്നേക്കുവാണ്. അല്ല 600 കൊടുത്ത് ചെയ്തല്ല, എടുക്ക 20 രൂപ എടുക്കല്ലേ. ഒരിടത്ത് പോയി ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇനി അടുത്തയായി. ഇവിടെ കുറെ നാടോടികൾ ഇറങ്ങിയിട്ടുണ്ട്. നാടോടി അടിമ്പ ടെമ്പിളിലാണ്. അടിമ്പ ടെമ്പിളിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടി കളിപ്പിക്കാൻ രണ്ടുപേരും കൂടെ. ഇങ്ങനെ കാര്യം പിടിക്കുക, കഷ്ടം കിട്ടും. എന്താ വരാത്ത നമ്മളിപ്പോ കാണുന്നതാണ് യാക്ക്. വന്നേക്കുന്നത് സിദ്ധു ആണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മളിപ്പോൾ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലാണ്. അതായത് നമ്മുടെ ഇക്കായുടെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുള്ള് ഇവിടെ വളരെ ട്രീറ്റാണ്. ചായ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ വേറെ ഒരു കറി ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ്. This is mixture, the sweet and a dal which we eat with the tea. With the tea. Take it with the tea. Yeah. Snacks and snacks. This is cake. Shuru. Near. So for near. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. അപ്പം ഇവിടെയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കൈ എഴുതുന്ന പരിപാടിയാണ് കാണുന്നത്.
ഫുഡൊക്കെ കഴിച്ചു. ഒരു വെറൈറ്റി ട്രീറ്റ് തന്നെയായിരുന്നു ഇവരുടെ. എല്ലാം ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത് നമുക്ക് ഫുഡായിട്ട്. This stuff to that one. Okay. സമയത്ത് നമ്മളിങ്ങനെ ഗുൽമാർഗ് ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. വണ്ടി 30,000 കിലോമീറ്ററിൻ്റെ ഒരു സർവീസിംഗ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നേരെ ഗുൽമാർഗ് ആയിരിക്കും. 2 മണിക്കൂറാണ് അവർ സർവീസിങ് ടൈം പറഞ്ഞത്. നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 2 ഡിഗ്രി അത്രയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ. എല്ലാ വീടുകളും ഒരു എന്താ പറയണ്ടത്, നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ഒരു ഭംഗിയുള്ള രസമുള്ള, നമ്മൾ കാഴ്ചയിൽ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്നു. വണ്ടിക്ക് സർവീസായി. അപ്പോൾ നമ്മൾ ഇന്നലെ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കയറ്റിയേക്കുവാണ്. 30,000 സർവീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വരുന്നതിന് മുമ്പ് ഫുൾ ചെക്കപ്പ് ചെയ്തതാണ്. 26,000 ആയപ്പോഴാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്ത് ബ്രേക്ക് പാഡും കാര്യങ്ങളെല്ലാം മാറ്റി എല്ലാം ടോപ്പ് ചെയ്യാനെല്ലാം ടോപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും, അതായത് കാശ്മീർ എത്തിയപ്പോഴത്തേക്കും നമുക്ക് സർവീസായി. കാട്ട കരിയോയിൽ നമ്മൾ വണ്ടിയുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യുവാണ്. അതൊരു കമ്പല്ല, കറുത്ത കമ്പല്ല, അത് എഞ്ചിനോയിൽ ബക്കറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ടയറെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി വീലഴിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പുതിയ ബ്രേക്ക് പാഡ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസും എല്ലാം കഴിഞ്ഞ് 30,000 സർവീസായിരുന്നു. വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമ്മളടുത്ത് ശ്രീനഗറിലോട്ട് പോവാണ്. നമുക്ക് അറൗണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് വാഷ് ചെയ്ത് ഇൻ്റർ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായി തന്നിട്ടുണ്ട്. നമ്മൾ ശ്രീനഗറിലെ ഗുൽമാർഗ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഉള്ള കാലാവസ്ഥയും ആൾക്കാരും എല്ലാം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ പോലീസുകാരാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മൊത്തം മിലിറ്ററി ആൾക്കാരാണ് ഫുള്ള് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഏകദേശം 40 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഗുൽമാർഗിലേക്ക് എത്തിച്ചേരാൻ പറ്റും. മനോഹരമായ വീടുകളും ഏകദേശം ഇപ്പോൾ 6 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിലത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. സമയം 1 മണിയായി ഉച്ചയ്ക്ക്. വളരെ മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാണുന്നത് तो आपको ये बर्फ के लिए जाना पड़ेगा वो केबल कार जो पे है ना കേടിങ് എടുത്തിട്ടുണ്ട് പുള്ളിയാണ്. अगर आप स्कीइंग जानते हैं ना സ്കീ സ്നോഫാൾ. നമ്മൾ സ്നോഫാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുൽമാർഗിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് അങ്ങനെ ഗുൽമാർഗിന്റെ എന്തായി നല്ല സ്നോഫോളും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള സ്നോഫോളുണ്ട്. മഞ്ഞിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ये जो गाड़ी है ना ये ऐसा ഗുൽമാറിലാണുള്ളത്. നമ്മളിപ്പോൾ സ്ഥലത്തെത്തി. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അതായത് ഇവിടെ -ഡിഗ്രിയാണ് തണുപ്പ്. ഇവിടെ എല്ലാവരും ഷൂസും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് ഇതാണ് എൻ്റെ കോട്ട്. 1200 രൂപയ്ക്കാണ് നമ്മൾ ഡ്രസ്സും ഷൂസും കൂടെ ഇവിടെ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. ഫുള്ള് സ്നോഫാൾ കാണുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുണ്ട്. ഉള്ളത് ഗുൽമാറിലെ സ്ഥലത്താണ്. ഫുള്ള് നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അവിടെ കാണേണ്ട കാര്യങ്ങളെല്ലാം കണ്ടു. നമുക്ക് എല്ലാവരും വീഡിയോ ഒന്നും എടുക്കാക്കത്തില്ല. മീൻസ് ഗ്ലൗസ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാക്കത്തില്ല. നമ്മൾ വണ്ടി എടുത്തുകൊണ്ടേക്കാണ്. അങ്ങനെ നമ്മൾ ഗുൽമാറി കാണേണ്ട എല്ലാം കണ്ടു. ടോപ്പിലെത്തി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അതികഠിനമായ ശൈത്യത്തിലും കുരങ്ങന്മാരിവിടെ സജീവമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഡാൽ ലേക്കിലെ.
ഓൾമോസ്റ്റ് വിൻ്റർ കഴിയാറായി, സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തണുപ്പിൻ്റെ കാഠിന്യം കുറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ശ്രീനഗറിലാണ്. നമ്മൾ ഷിക്കാര ബോട്ടിൽ കയറി. ഇവിടെ കുറേ പോയിന്റുകളുണ്ട്, അങ്ങോട്ട് പോവാണ്. നമ്മൾ 500 രൂപ കൊടുക്കുന്നത് കിട്ടാല്ല. എനിക്ക് അവരെ പേടിയില്ല, എനിക്ക് ഇങ്ങനെ പേടിയുള്ളൂ. വെള്ളത്തിനകത്ത് ഹോട്ടൽ. സഞ്ചരിക്കുന്ന ബേക്കറി. വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബേക്കറി. ഫ്രീയായിട്ടുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല. ഈ വെള്ളം പാനിപ്പൂരിയിലെ വെള്ളം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാർക്കറ്റ്. വീഡിയോ മീനാ ബസാറിലേക്ക്. മാർക്കറ്റിന്റെ പേര് മീനാ ബസാർ എന്നാണ്. ഇവിടെ ആർമിക്കാരൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആർമിക്കാരാണ്. നേരെ എടുക്കണേ. ഇത് വലിയൊരു മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇറങ്ങിയൊന്നും വേണ്ട, ഇതിനകത്തിരുന്ന് തന്നെ ഷിക്കാര ബോട്ടിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. നമ്മൾ പറയുന്നിടത്ത് ഇവർ നിർത്തി തരും. കൂടുതലും ഡ്രസ്സിൻ്റെ കടയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്, പിന്നെ അതുപോലെ തന്നെ ബേക്കറി, പിന്നെ ഫ്രൂട്ട്സ് കട, എല്ലാ കടകളും ഉണ്ട് ഇവിടെ. ഇവിടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ കടയുണ്ട്. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ, പുള്ളി നമുക്ക് വേണമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് സാധനമല്ല. നമ്മളങ്ങനെ റിട്ടേൺ ബാക്ക് ടു ഹൗസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
നമുക്ക് ചോറ് നല്ല മട്ടൻ കറിയും തന്നിട്ടുണ്ട്. അതാണ് മട്ടൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറിയാണ്. We had just some minutes ago. We had some guests in the afternoon, so we were a bit busy. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് റൈസ്, മട്ടൻ കറി, പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്.